എന്തായാലും ചേട്ടൻ മാഷിന്റെ പോലെ തന്നെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്നത് SP വെങ്കടേഷ് സാറായിരുന്നു. തീർച്ചയായിട്ടും. ഞാൻ ഏറ്റവും അധികം സിനിമയിൽ പാട്ട് പാടിയിട്ടുള്ളത് SP വെങ്കടേഷ് സാറിൻ്റെ ഒരുപാട് ഗാനങ്ങൾ. എത്രയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. കാരണം വെച്ചാൽ മാത്രമല്ല ആ സമയത്ത് ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തിരുന്നതും SP വെങ്കടേഷ് സാറായിരുന്നു. കാരണം മാഷൊക്കെ ഒരുപാട് സെലക്റ്റീവായിട്ട് അതെ ആ ഒരു 8-10 വർഷം എന്ന് പറയുകയാണെങ്കിൽ ഒരു 100 സിനിമ ഇറങ്ങിയാൽ അതിൽ 60 സിനിമയും വെങ്കടേഷ് സാറായിരിക്കും ചെയ്യുന്നത്. അദ്ദേഹത്തിന് എനിക്ക് ഒരു വർഷം തന്നെ 27 സിനിമയൊക്കെ പാടിയിട്ടുണ്ട് ഞാൻ. ഏതോ ഒരു ഇയർ മാത്രം. ഞാൻ അദ്ദേഹത്തിൻ്റെ ആദ്യമായിട്ട് പാടുന്നത് അനിയൻ ബാവ ചേട്ടൻ ബാവ എന്ന ഒരു സൂപ്പർ ഹിറ്റ് രാജസേന ചേട്ടൻ്റെ സിനിമയിലെ പാട്ടാണ്. അതിനുശേഷം എത്രയോ പാട്ടുകൾ അദ്ദേഹത്തിന് പാടിയിട്ടുണ്ട്. ആദ്യത്തെ കൺമണി, പിന്നീടുള്ള അവരുടെ കൂട്ടുകെട്ടിലെ ആദ്യത്തെ കൺമണി എന്ന സിനിമയ്ക്ക് വേണ്ടിയും, പിന്നെ പുതുക്കോട്ടയിലെ പുതുമണവാളൻ, പിന്നെ ഒരുപാട് സിനിമകൾ. എനിക്ക് ഏറ്റവും ഒരു സെക്കൻഡ് ബ്രേക്ക് പോലെ തന്നൊരു പാട്ട് അദ്ദേഹത്തിൻ്റെയാണ്. ഞാൻ ആദ്യമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ എന്ന നടന് വേണ്ടി ആദ്യമായിട്ട് പാടുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് വേണ്ടി, സിനിമയിലൂടെയാണ്. മാന്ത്രികം എന്ന തമ്പി കണ്ണന്താനം ചേട്ടൻ്റെ ഫിലിം. അപ്പോൾ അതും രസമാണ്. അതെല്ലാം നിമിത്തങ്ങൾ എന്ന് പറയാനുള്ളത് കാരണം ഞാനിങ്ങനെ ചെന്നൈയിൽ ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ എനിക്ക് ആ സമയത്തൊരു US ട്രിപ്പ് വന്നു. ആദ്യമായിട്ട് അമേരിക്കയിൽ പോകാനുള്ളൊരു അവസരമാണ്. വെങ്കടേഷ് സാറിൻ്റെ ഒരു ട്രിപ്പായിട്ടാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ പിന്നീട് അത് മാറി മറിഞ്ഞ് വേറെ ഇതിലേക്ക് ആയിപ്പോയി ആ ട്രിപ്പ്. അപ്പോൾ വെങ്കടേഷ് സാർ എന്നെ വിളിച്ച് പറഞ്ഞു, എടാ നമുക്ക് അങ്ങനെ ഒരു ഷോ ഉണ്ട്, നമുക്ക് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് ശരി എന്നൊരു സാറിനോട് സംസാരിക്കുന്നതല്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം പിന്നെ ആ ട്രിപ്പിൽ നിന്ന് മാറുകയും, പക്ഷേ ആ ട്രിപ്പ് നടത്തുന്നവർക്ക് എന്നെ ആവശ്യമായിട്ടുള്ള അവസ്ഥ വന്നു. ഞാൻ വേണം അവർക്ക്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും പക്ഷേ വെങ്കടേഷ് സാറിനോട് പറയാനൊരു മടി. അങ്ങനെ ഞാൻ മാന്ത്രികം ആ റെക്കോർഡിങ് സമയത്ത് നമ്മുടെ ജയൻ മാഷായിട്ട്, നമ്മുടെ മനോജ് കെ ജയൻ്റെ ഫാദർ ജയൻ മാഷായിട്ട് വെങ്കടേഷ് സാറിനെ കാണാൻ പോവുകയാണ്. അപ്പോൾ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ബിജുവിനെ ഒന്ന് വിട്ട് തരണം ഈ ട്രിപ്പിന്. പറഞ്ഞു ഓക്കെ, അതിനെന്താ ബിജു പോയിക്കോളൂ, കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ജയമാഷൻ കൂടി പറയുമ്പോൾ അതിനൊരു ആധികാരികത ഉണ്ടല്ലോ. പൊക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ട്രിപ്പിന് വിസയ്ക്ക് പോയി. പക്ഷെ വിസ റിജക്റ്റ് ചെയ്തു എൻ്റെ. അപ്പോൾ എനിക്ക് ഭയങ്കര ഡെസ്പായി. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ഡെസ്പായിട്ട് വന്നു. പക്ഷേ എനിക്ക് ആ സമയത്താണ് മാന്ത്രികത്തിൻ്റെ സോങ് കിട്ടുന്നത്. അപ്പോൾ മാന്ത്രികത്തിൻ്റെ ആ പാട്ട് ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് വെച്ചിരുന്ന പാട്ടല്ല, വേറെ ആരും പാടിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നതാണ്. പക്ഷേ വെങ്കടേഷ് സാറ് തമ്പി ചായനോട് പറഞ്ഞിട്ട് ഈ പാട്ട് ബിജുവിനെ കൊണ്ട് പാടിപ്പിക്കാൻ, എൻ്റെ ഒരുപാട് സിനിമകൾ പാടുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കേളി വിപിനം എന്നുള്ള അതിലത്തൊരു ഒരു പ്രത്യേക സിറ്റുവേഷനിൽ വരുന്നൊരു പാട്ടാണ്. അതൊരു അതിലത്തെ മറ്റു പാട്ടുകളായിട്ട് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു എന്താ പറയുക, മെലഡി ആയിട്ടുള്ള പാട്ടൊന്നുമില്ല, ഒരു പ്രത്യേക റിതമിക് ആയിട്ടുള്ള സോങ്ങാണ്. ആ പാട്ട് പാടി അത് പിന്നീട് ഫിലിം സൂപ്പർ ഹിറ്റായി. പിന്നെ ആ പാട്ട് ദൂരദർശനിൽ അത് സൂപ്പർ ഡ്യൂപ്പർ സോങ് ആയിട്ട് സെലക്ട് ചെയ്തു. ആ സമയത്ത് അങ്ങനെ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അങ്ങനെ സെലക്ട് ചെയ്തു ഈ പാട്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ബ്രേക്കായിരുന്നു. ഒരുപാട് പാട്ടുകൾ ആ സമയത്ത് ഇറങ്ങിയ ഒരു 10-30 പാട്ടുകളിൽ നിന്നാണ് ഈ പാട്ട് സെലക്ട് ചെയ്തത്, കേളി വിപിനം എന്നുള്ള പാട്ട്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചോളം എനിക്കത് മറക്കാൻ സാധിക്കാത്തൊരു നല്ലൊരു ബ്രേക്കായിരുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കേളി വിപിനം വിജനം മേലേ ഇരുളും ഗഗനം മണ്ണിൽ നിശതൻ നിറകലികകളോ കണ്ണിൽ കനവിൻ കതിർമലരുകളോ വിരിവു കേളി വിപിനം വിജനം മേലേ ഇരുളും ഗഗനം. സൂപ്പർ ഡൂപ്പർ സോങ് അല്ലേ?